ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേലുവിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് പോലീസും അതുപോലെ തന്നെ കിരണും ഉണ്ട് കൂടെ. അവരങ്ങനെ അകത്തോട്ട് വന്നിട്ട് ആ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഗംഗപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇവനാണോടാ, ഒന്ന് ശരിക്കും നോക്കിയാടെ, ഇവൻ തന്നെയാണോടാ നിന്റെ ഊരിലുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സാർ, ഇവൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന കിരൺ ഞെട്ടുകയാണ്. കിരൺ മനസ്സിൽ കരുതുന്നുണ്ട്, ചതി പറ്റിപ്പോയല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, അതെ, ഇവൻ കാടിനുള്ളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ കാടിനുള്ളിൽ കയറിക്കൂടിയതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും അവിടെ ഓരോരുത്തർ വന്ന് അന്വേഷിച്ചിട്ടും നീ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് ഒരു വിലക്കുണ്ടാകും, എൻ്റെ മാമനും മകളൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ അതൊന്നും പറയാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അല്ലടാ, നീ ഇതിൻ്റെ ഇടയിൽ നാട്ടിലോട്ട് വന്നപ്പോൾ ഇവന്റെ ഫോട്ടോ പലയിടത്തുമായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ അത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാറേ, ഞാൻ കണ്ടില്ല എന്ന് വേലു മറുപടി പറയുകയാണ്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, ഇനി അവനെ വിട്ടാ പറ്റില്ല സാറേ, സാറെന്തായാലും ഫോറസ്റ്റുകാർ ഇപ്പം തന്നെ അറിയിക്കുക എന്ന് പറയുമ്പോൾ പോലീസ് തൻ്റെ ഫോൺ എടുത്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആ ഉദ്യോഗസ്ഥൻ മറ്റൊരാളെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പം തന്നെ കാട്ടിലോട്ട് പോകണം, മൂപ്പൻ്റെ വീട് അവിടെ സെർച്ച് ചെയ്യണം നമുക്ക് എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം വേലു പറയുന്നുണ്ട്, ഇവൻ ദുഷ്ടനാണ്, ഇവൻ കൊള്ളരുതാത്തവനാണെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ മാമനോടും അമലുവിനോടൊക്കെ പറഞ്ഞതാണ്, പക്ഷെ അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിന്റെ മുറപ്പെണ്ണിനെ ഇവൻ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ അവളുടെ കാര്യം കണ്ടറിയണം എങ്ങനെയാകുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ വേലു ഒന്ന് പേടിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് അതായത് നമ്മുടെ മൂപ്പൻ്റെ ഭാര്യ വള്ളി ഇങ്ങനെ വിറക് കെട്ടിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഓടി വരികയാണ് നമ്മുടെ മൂപ്പൻ. അങ്ങനെ മൂപ്പൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടേക്ക് വന്നവൻ വിനയം കുഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. വിനയം കുഞ്ഞൊന്നല്ല അവനെ വിനയം കുഞ്ഞല്ല, അവൻ്റെ പേര് ഗംഗപ്രസാദ്, അവൻ പെരും കള്ളനാണ്, കൊലപാതകിയാണ്, അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ്റെ അമലവുമായിട്ട് പുറത്തേക്ക് പോയല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അവനെ ഇവിടെ താമസിപ്പിച്ചത് വല്ലാത്ത ചതിയായി പോയി എന്ന് പറയുമ്പോൾ ഭാര്യ പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ലേ, അതിനെപ്പറ്റി പല പ്രാവശ്യവും ഞാനും പറഞ്ഞതല്ലേ, അപ്പോൾ അതെ, വേലു പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നും പറഞ്ഞ് മൂപ്പൻ ആ കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അവരുടെ അരികിലേക്ക്. അതേ സമയത്താണെങ്കിൽ കിരണും അതുപോലെ ബൈജുവും പിന്നെ നമ്മുടെ രതീഷും കൂടി കാറിൽ വരികയാണ് ഈ കാടിനുള്ളിലേക്ക്. അങ്ങനെ അവർ പറയുന്നുണ്ട്, എന്തായാലും വല്ലാത്ത ചതിയായിപ്പോയി. രതീഷ് പറയാണ്, സാറിന് എന്തായാലും ചതി പറ്റിപ്പോയല്ലോ, ഇനിയിപ്പോൾ അന്നേ കല്യാണിയും അത് മറ്റുള്ളവരും പറഞ്ഞതാണ് അവൻ മരിച്ചിട്ടില്ല എന്ന്, പക്ഷേ സാറല്ലേ ഉറപ്പിച്ച് പറഞ്ഞത് മരിച്ചു എന്ന്, അവനെ മരിക്കാതെ വിട്ടത് വല്ലാത്ത ഇതായിപ്പോയി. എന്തായാലും ഇപ്രാവശ്യം കിട്ടുകയാണെങ്കിൽ അവനെ കൊന്നിട്ട് തന്നെ നമുക്ക് വരണം അളിയ എന്ന് നമ്മുടെ ബൈജുവും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കിരൺ പറയാണ്, അല്ല, ആ വേലുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൻ അവരുടെ കുടിലിൽ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ അതുകൊണ്ട് ബൈജു പറയുന്നുണ്ട്, അവൻ പറഞ്ഞ മുഴുവതും വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം, അതില്ല, എന്നാലും അവൻ പറഞ്ഞത് വിശ്വസിക്കാണ്, അവരൊക്കെ പാത്തുങ്ങളാണ്, ഇവൻ അവിടെ ചെന്ന് വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് അവരങ്ങനെ കാട്ടിലോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീടാണെങ്കിൽ ഈ ഫോറസ്റ്റുകാർ ഇവരുടെ അരികിലേക്ക് വരികയാണ്, അതായത് നമ്മുടെ മൂപ്പൻ്റെ കുടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മൂപ്പൻ്റെ ഭാര്യ വള്ളി അവിടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് മൂപ്പനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, പുറത്തോട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആരെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, ആരെയും ഒളിപ്പിച്ചിട്ടില്ല സാറേ എന്ന് പറയുന്നുണ്ട്. നുണ പറയണ്ട, ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ ആരെയോ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും നാളും മറച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വള്ളി അങ്ങനെ നീങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ മറ്റുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, വേഗം കയറി സെർച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ആ വീട് മുഴുവനും കയറി എല്ലായിടത്തും സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അമലുവും അതുപോലെ ഗംഗപ്രസാദിനെയും കാണിക്കുകയാണ്. ഗംഗപ്രസാദിൻ്റെ മടിയിൽ അമല് തലവെച്ച് അങ്ങനെ അവർ പരസ്പരം കവിളൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും അമല് പറയുന്നുണ്ട്, അതെ, എനിക്കിപ്പോൾ മനസ്സിലായി ദൈവമുണ്ടെന്നുള്ളത്, കാരണം നമ്മുടെ പുറകെ ആയിരുന്നല്ലോ ആ വേലു, അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്, അതുകൊണ്ട് നമ്മളുടെ പുറകെ നടക്കുന്നവരൊക്കെ ദൈവം പണി കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇദ്ദേഹത്തെ തന്നത്
അത് മലദൈവത തന്നെയാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പോകാം, നമുക്ക് 1-ാം തീയതി പോകാം, അടുത്ത കൊല്ലം പോകാമെന്നോ? അതെ എന്ന് പറയുന്നുണ്ട്. അതെ, നമ്മൾ രണ്ടുപേരും തെറ്റ് ചെയ്തതാണ് എന്നിങ്ങനെ അമൽ പറയുമ്പോൾ എന്ത് തെറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് തെറ്റെന്നോ? കല്യാണം കഴിയുന്നതിന് മുമ്പ് വിശേഷമാകുന്നത് അത് തെറ്റല്ലേ എന്നിങ്ങനെ അമൽ ചോദിക്കുകയാണ്. അതിനെന്താ, ഞാൻ നിന്നെ കൊണ്ടുപോകില്ലേ എന്ന് ഗംഗപ്രസാദ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മൂപ്പൻ വരുന്നത്. മൂപ്പൻ എടി എന്ന് വിളിക്കുകയാണ് ഉറക്കന് അകലെ നിന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അമൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗപ്രസാദും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഗംഗപ്രസാദിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. നീ ആരാടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ ജുബയ്ക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്. എടാ നീ അപ്പോൾ എന്താ അച്ഛൻ അപ്പയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അമലു. അപ്പോൾ എനിക്ക് പറ്റിയതോ? ഇവൻ ആരാണെന്ന് നിന്റെ വിചാരം? ഇവനെ വിനായകൻ എന്നല്ല ഇവന്റെ പേര് ഗംഗപ്രസാദ്, അതാണ് ഇവന്റെ പേര്. അപ്പോൾ ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്നെ പറ്റിയുള്ള എല്ലാതും അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിൽ കരുതിയാണ്. എടാ നിനക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നല്ലേ ഞങ്ങളോടൊക്കെ പറഞ്ഞത്? നിനക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാടാ, പറയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താടോ കിളവ, കൈയെടുക്കടാ എന്ന് പറയുകയാണ് നമ്മുടെ ഗംഗപ്രസാദ്. അത് കേൾക്കുന്ന അമൽ ഞെട്ടിപ്പോവുകയാണ്. അതുപോലെ തന്നെ മൂപ്പനെ തട്ടി മാറ്റുകയാണ്. ഈ കിളവിന് എന്താടോ അറിയേണ്ടത് എന്നും ചോദിച്ചിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അവനെ അവിടെ നിന്നും തട്ടിയിടുകയാണ്. അപ്പോൾ ആ സമയം ഇത്രയും നാൾ നീ എന്നെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നില്ലേ എന്നിങ്ങനെ മൂപ്പൻ ചോദിക്കുമ്പോൾ അവനെ തട്ടിയിട്ടിട്ട് ഗംഗ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അമൽ ഓടിച്ചെന്ന് അപ്പ എന്താ പറ്റിയത്? എഴുന്നേൽക്കപ്പ എന്നും പറഞ്ഞ് പതുക്കനെ പിടിച്ച് മൂപ്പനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഗംഗ അവിടെ നിന്ന് ഓടുകയാണ്. കുറേ ദൂരം ഓടുന്നുണ്ട്. എന്തായാലും മൂപ്പൻ ഉള്ള ശക്തിയെടുത്ത് മൂപ്പനും അവൻ്റെ പുറകെയായി ഓടുകയാണ്. അങ്ങനെ കുറേ ദൂരം ഓടുന്നുണ്ട്. ആ സമയത്ത് അവനെ കിട്ടുന്നില്ല. അങ്ങനെ വലിയൊരു കമ്പെടുത്തിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തുകയാണ്. എന്തായാലും നമ്മുടെ അമലു പേടിച്ചിട്ടുണ്ട്. അമലു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകെ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ആ കമ്പെടുത്ത് ഇതാക്കുമ്പോൾ ഗംഗ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്. അങ്ങനെ അവിടെ നിന്നിട്ടും ഓടി വരികയാണ് നമ്മുടെ മൂപ്പൻ. എന്നിട്ട് എടാ നീ എന്താടാ ചെയ്തത്? ഞങ്ങളൊക്കെ ചതിക്കുകയായിരുന്നല്ലടാ, ഇവൻ വലിയൊരു ക്രിമിനലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മൂപ്പനെ തിരിച്ച് ആക്രമിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ്. അങ്ങനെ എറിഞ്ഞ ആ വടി അവിടെ കിടക്കുന്നുണ്ട്. ആ വടി എടുത്തിട്ട് നേരെ നമ്മുടെ മൂപ്പൻ്റെ വയറ്റിലേക്ക് ആഞ്ഞു കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൂപ്പൻ അത് സഹിക്കാൻ പറ്റാതെ വാ വിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഗംഗപ്രസാദ്. അവനെ ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അമൽ ഓടിയെത്തുകയാണ്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുകയാണ്. അമലിനെ കാണുമ്പോൾ അവൻ പിന്നെ അവിടെ നിന്നും ഓടുകയാണ്. അപ്പോൾ അമൽ ഓടി വന്നിട്ട് അപ്പ എന്താ പറ്റിയത്? എഴുന്നേൽക്കപ്പ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് നമ്മുടെ അമലു. എന്തായാലും അമലു ഗംഗപ്രസാദിന്റെ തനി നിറം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്